ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ നല്ല മഴയാണ്, നല്ല രസമുണ്ട്, നല്ല ഹെവി റെയിനാണ്. ഇടയ്ക്കിടയ്ക്ക് സമ്മറിൽ എപ്പോഴും നമുക്ക് ഹെവി റെയിൻസ് ആണ്. വിൻ്ററിൽ നമുക്ക് എപ്പോഴും സ്പ്രേയിങ് ആണ്. എന്ത് റോക്സ് പോലെ? ഡ്രോപ്സോ? റോക്സ് പോലെ വെള്ളത്തുള്ളികളാ? ബബിൾസ് വരുന്നത്. ബബിൾസ് കണ്ടോ? ബബിൾസ് ഫോം ആവുന്നുണ്ടോ? ഭയങ്കര കോൾഡ് ആകുമ്പോ നമ്മൾ എന്തൊക്കെ എടുക്കണ്ടേ? കുഞ്ഞുസിന്റെ ചെവിയിൽ വെക്കുന്ന സാധനം കോട്ടിങ്ങത്തുണ്ടോ? ഓ, അതുകൊണ്ട് അങ്ങനത്തെ മതി. എനിക്ക് ഡാഡി വണ്ടി കയറി. ഫ്രണ്ട്സ്, ഇന്ന് കുഞ്ഞൂസിന്റെ എന്ത് പടി കുഞ്ഞു? ഫ്രണ്ട്സ്, ഇന്ന് കുഞ്ഞൂസിന്റെ ഗ്രാജുവേഷൻ ഡേ ആണ് കേട്ടോ. അപ്പം റെഡ് അല്ല, മറ്റേ അടുത്ത ഡാഡി ബാ, ഓടി വീഴല്ലേ. അപ്പം ഞങ്ങളെ തൊട്ട് മേലത്തെ സ്കൂളിന്റെ അടുത്തുള്ള ആ ഹാളിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ. അപ്പം അകത്ത് കയറിയിട്ട് എനിക്ക് ഗ്രാജുവേഷൻ്റെ ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വേറെ പിള്ളേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം എന്താണ് സംഭവിച്ചതെന്ന് കേട്ടോ. ഇപ്പം പ്രീ സ്കൂളിൻ്റെ ഗ്രാജുവേഷനാണ്. ഇനിയിപ്പം കുഞ്ഞൂസ് പോകുന്നത് ജൂനിയർ ഇൻഫാൻറ്റ് അതിലേക്കാണ്. അതിൻ്റെ സ്കൂളൊക്കെ കൊണ്ടുവന്ന് കാണിച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഓക്കെ. അപ്പം എന്താ കയറിക്കോ, സമയമില്ല, ബാ. ഫ്രണ്ട്സ്, ഇവിടെ ഭയങ്കര ബഹളമാണ്. ഞങ്ങൾക്ക് കയറിയപ്പോഴേ കുഞ്ഞൂസിൻ്റെ ഇങ്ങനത്തെ ഒരു സാധനം തന്നു കേട്ടോ. ഗ്രാജുവേഷൻ്റെ ബുക്ക് എന്നുവെച്ചാൽ പ്രീ സ്കൂളിൻ്റെ ബുക്കാന്ന് തോന്നുന്നു, ഒരു തീർന്നതിൻ്റെ. കൺഗ്രാജുലേഷൻസ്. കുഞ്ഞൂസിൻ്റെ ഹാൻഡ് പ്രിൻ്റ്, കാലിൻ്റെ പ്രിൻ്റ്. ഓ, ഫേവററ്റ് തിങ്സ്. ഓ, ആനിമൽ, ക്യാറ്റ്, പെപ്പ പിഗ് മൂവി. വാണ്ട് ടു ബി വെൻ ഗ്രോ അപ്പ്, എൽസ. കുഞ്ഞൂസിന്റെ പിക്ചേഴ്സ്, കുഞ്ഞൂസിന്റെ വരപ്പ്. ഓ, അതാണ്ടേ നമ്മള് പോകുന്നത് സ്കൂളില്. അടുത്ത സ്കൂൾ പിള്ളേരുടെ പിക്സ് ആയിരുന്നു, അവരുടെ കൂടെ പഠിച്ചു. അത് ഞങ്ങൾ കാണിക്കുന്നില്ല. ഇത് ഗ്രാജുവേഷൻ്റെ ടൈമിലെ പാട്ടാന്ന് തോന്നുന്നു. Yeah, do you want to know, or do you want to be big and big? സൂപ്പർ, ഗുഡ് ഗേൾ ആയിരുന്നല്ലോ. ഗുഡ് ഗേൾ ആയിരുന്നല്ലോ. ഫ്രണ്ട്സ്, ഇവിടെ മറ്റേ ടീ സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടായി. അപ്പോൾ കുഞ്ഞൂസിന് കൊടുത്തേക്കുന്നുണ്ടോ കാറ്റർപില്ലർ പ്രീ സ്കൂൾ ഗ്രാജുവേഷൻ 2025 കോയിൻ ചോക്ലേറ്റ്. പിന്നെ അവർക്ക് കൊടുത്ത പേപ്പർ പോലത്തതിൽ റെഡ് റിബൺ ഉണ്ടായിരുന്നു, അതുപോലെ ചോക്ലേറ്റിൽ ജെല്ല് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്, അതുപോലത്തെ ഒരു സാധനം. ഫ്രണ്ട്സ്, ഇവിടെ റെഡ് കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുഞ്ഞൂസിൻ്റെ ഇത് നമുക്ക് എടുക്കാം കേട്ടോ, ഒരു മെമ്മറിക്ക്. അതുപോലെ ഇവിടെ കുഞ്ഞൂസിൻ്റെ പിക്ചേഴ്സും ഉണ്ട്. ഇവിടെ സാൻഡ്വിച്ച് അങ്ങനത്തെ സ്നാക്സ് ഒക്കെയാണ്. നമ്മൾ ചെറിയ സാൻഡ്വിച്ച് എടുത്തു, മഫിൻസ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ടീ, കോഫി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, ചെറിയ സ്നാക്സ് പോലെ. ഫ്രണ്ട്സ്, ഇവിടെയും ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് കുഞ്ഞൂസിൻ്റെ പിക്ചർ എടുക്കാം കേട്ടോ.
ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. അതെ, ഇതിനകത്ത് കുഞ്ഞൂസ് എന്തോ പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദേ, ലിയാന വാണ്ട്സ് ടു ബി ലൈക്ക് എൽസ. കണ്ടോ, ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, അവരുടെ ഓരോരോ ഇത് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ കുഞ്ഞൂസിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇവർക്ക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെ ഇവർക്ക് എല്ലാവർക്കും കൂടെ മറ്റേ ഗ്രാജുവേഷൻ ഗൗണും തൊപ്പിയൊക്കെ വെച്ചിട്ട് പാട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോരോ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഫേവററ്റ് മൂവി, അവരുടെ കളേഴ്സ് അതൊക്കെ ചോദിച്ചു കേട്ടോ. ഭാവിയിൽ എന്താവാനാണ് താല്പര്യം? എൽസ. കുഞ്ഞൂസിന് എൽസ ആയാൽ മതി. ഇവിടെ കുറേ പയ്യന്മാരുടെ ആഗ്രഹം ഫാർമർ ആവണമെന്നാണ്. അച്ഛൻ ഗാർഡനർ, അവരുടെ പേരൻസിനെ പോലെയും ഗ്രാൻഡ് ഡാഡിനെയൊക്കെ പോലെ. അപ്പൊ അവര് പറഞ്ഞ് റിയർ ക്രോസിൽ ഒരുപാട് ഫാമേഴ്സും ഗാർഡനേഴ്സും വരുമെന്ന്. കേറ് ഓപ്പൺ ഞാൻ ഇപ്പൊ കോൾ ഇടാം, കേറി. അങ്ങനെ കുഞ്ഞൂസിന്റെ ഗ്രാജുവേഷൻ ഡേ കഴിഞ്ഞു. ഇനി പ്രീ സ്കൂള് ജൂൺ 27 അടയ്ക്കും കേട്ടോ. പിന്നെ കുഞ്ഞൂസ് വരുന്നതാണ് ഈ ബിഗ് സ്കൂളിൽ കേട്ടോ. കേറിക്കോ വണ്ടി വരും. ഏതാ എടുത്തിട്ടല്ല, എന്നോട് പറഞ്ഞു മോളി ഇരിക്കുന്ന മാർബിൾ റൺ ഒന്ന് എടുത്തോ. അലീവൊക്കെ എങ്ങനെ അറിയാം മാർബിൾ? കുഞ്ഞൂസിനെ ഞങ്ങള് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ചുമ്മാ ഷോപ്പിലേക്ക് കൊണ്ടുവന്നതാണ്. ഇവിടെ റൈഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്ലോസ് ആയിപ്പോയി. ഇവിടെ ഒരു സമ്മർ റൈഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എടുത്തോ അതിന് കൊണ്ടുവന്നേ, പക്ഷെ അത് ക്ലോസ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടോയ്സ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പോവാം. ഇതുണ്ടോ ഇവിടുത്തെ ഹർലിങ്ങിൻ്റെ ഒക്കെ തൊപ്പി കിടക്കുന്ന ലിമറിക്ക്, ടിപ്പററി, ബേസ്ബോൾ ക്യാപ്പ്, റെസ്റ്റ് ബാൻഡ്. ഇത് നോക്കി, നല്ല രസമുണ്ട്. ഇത് ടിപ്പറിയുടെ ഈ ബ്ലൂ ആണ് ടിപ്പറിക്ക്. ലിമറിക്കിന് എനിക്ക് തോന്നുന്നു ഗ്രീനാന്ന് തോന്നുന്നു. ഇതാണോ നല്ല ടിപ്പറി ഫ്ലാഗ്? അവിടെ കൊള്ളാം. പേ ചെയ്യ് കുഞ്ഞു. കിഡ്സ് മതിയോ? ആ ഓക്കെ. ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ ഒരു സ്നാക്സ് കണ്ടേ, ബീഫ് ജെർക്കി സ്വീറ്റ് ആൻഡ് ഹോട്ട്. ബീഫ് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് അതിനകത്ത് മുളകും പിന്നെ ഇച്ചിരി ഹോട്ട് സ്വീറ്റും കൂടെ ഉള്ള ഒരു സ്നാക്സാണ്. നമ്മുടെ നാട്ടിൽ ഇടിയിറച്ചി വരുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും അതേ പരിപാടി തന്നെ ആയിരിക്കും. വാങ്ങണോ അത്? വാങ്ങിച്ചു നോക്കാമേ. ഒരു ചായ കൂടെ എടുക്കുന്നു. ചെറുതെടുത്താൽ മതി. ബീഫ് ജെർക്കി പൊട്ടിക്കാൻ പോവാണ്. ഇത് പൊട്ടിച്ച് എങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ. ഞങ്ങളൊരു ചായ എടുത്തു, ബീഫ് ജെർക്കിയും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. എന്താണെന്നറിയാമോ, മാരിനേറ്റഡ് സ്മോക്ക്ഡ് ആൻഡ് ഡ്രൈഡ് സെയിം തന്നെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉണക്കിറച്ചി എന്ന് പറയുന്നത്. പൊട്ടിച്ചൊന്ന് കാണിച്ചു. ഡു നോട്ട് ഈറ്റ്. ഇത് മറ്റേ അതിലെ മോയ്സ്ചർ പിടിച്ചെടുക്കാനുള്ള സാധനമാണ്. ഇത് കഴിച്ചു നോക്ക്. ഇത് ചിക്കൻ അടി കുഞ്ഞു. അത് കഴിക്കാനുള്ളതല്ല. ഇത് ഈ പാക്കറ്റിൽ വരുന്നതാണ്. അത് കഴിക്കല്ലേ കേട്ടോ. ലച്ച് വിചാരിച്ച് ഇതിനകത്ത് ഡ്രസ്സ് ചെയ്യാനുള്ള പൊടിയായിരിക്കും. അത് മറ്റേ മോയ്സ്ചർ പിടിക്കുന്ന സാധനമാണ്. എന്തുവാ? ഉണക്കിറച്ചി. പക്ഷെ ഇതില് ഉണക്കിറച്ചിയുടെ അത്രയും കട്ടിയില്ല. ഇതിലൊരു ചെറിയ ഇറച്ചിയുടെ ടേസ്റ്റും ഉപ്പും കുരുമുളകും കാണും. വലുതായിട്ടില്ല. ഒരു ഷുഗർ ഉണക്കിറച്ചി സെയിം തന്നെ. ഉണക്കിറച്ചി ഞാൻ കഴിച്ചോട്ടെ.
ഹൈ പ്രോട്ടീനാ ഇത് അല്ലേ? സെയിം ഉണക്കിറച്ചി എന്ന് പറയുമ്പോ ഇച്ചിരി കൂടെ കട്ടി കൂടുതല. ഇത് പക്ഷെ സ്മോക്ക് ചെയ്തേക്കുന്നോണ്ട് അത്ര കട്ടിയില്ല. പക്ഷെ ഉണ്ട് സെയിം. ഇഷ്ടപ്പെട്ടു എനിക്ക്. ചെറിയൊരു മധുരവും ഇല്ലേ? ആ എക്സാക്ട് സെയിം. റാഷസ് കഴിക്കുന്നത്. ഉണക്കിറച്ചി ഇവിടെ പാക്കറ്റിൽ കിട്ടും കേട്ടോ. ഇതിന് പല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതില് സ്വീറ്റ് ആൻഡ് ഹോട്ട് ഉള്ളതുണ്ട്. പിന്നെ ഇതില് ചെറിയൊരു പുളിയും ഉപ്പും എന്നാ സ്പൈസ് ഇല്ല. മസാല ഒട്ടുമില്ല കേട്ടോ. മസാല എക്സ്പെക്ട് ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കുമ്പോൾ മസാലയാണല്ലോ ഏറ്റവും കൂടുതൽ ഇട്ട്. ബീഫ് മസാല, ഗരം മസാല. ഇതിനകത്ത് മസാലയൊന്നുമില്ല. ഉപ്പും പുളിയും ചെറിയൊരു ഹോട്ട് ഇത് സ്പൈസ്, ഒരു സ്പൈസിന്റെ ഒരു ഫ്ലേവർ. എനിക്കത് ചെറിയൊരു കുരുമുളകിന്റെ ആവശ്യമുണ്ടോ ചെറുതായിട്ട്, അത് അറിയാൻ പോലും ഇല്ല. പക്ഷെ പടത്തില് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല സ്നാക്കിങ് പോലെ കഴിക്കാൻ നമുക്ക് അങ്ങനെ. എന്നാ പിന്നെ ഇറച്ചി പച്ചക്ക് കഴിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. ആ ഒരു കളർ ഉണ്ടെങ്കിലും വേറൊരു ടേസ്റ്റാ. നമ്മൾ ഈ റാഷസ് കഴിക്കുന്ന എക്സാക്ട് ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ്. നല്ല ഹൈ പ്രോട്ടീൻ ആണ് ഇത്. 100% സ്മോക്ഡ് ആണ്. ഇത് വറുത്തതല്ല. അതുകൊണ്ടാണ് അതിന് അത്ര കട്ടിയില്ലാത്തത്. സ്മോക്ഡ് ആണെന്ന് വെച്ചാൽ കെട്ടിത്തൂക്കിയിട്ട് മറ്റേ പുക കയറ്റിയിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പാ. തീർന്നു ഇത് കഴിച്ച വിഷയമുണ്ട്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. അപ്പം പോകുന്ന വഴിക്ക് നല്ല ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് നിർത്തി വെറുതെ ഇരിക്കുക. ഈ ലൊക്കേഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സണ്ണി ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വണ്ടി ഇവിടെ നിർത്തിയതാണ് ഞങ്ങൾ. ഇവിടെ എല്ലാം വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് വേറൊരു ഫ്ലവേഴ്സിനെ കാണിച്ചു തരാമേ. ഇത് ഇവരുടെ സ്പ്രിങ് ആകുമ്പം, മെയിനായിട്ട് സ്പ്രിങ് ആകുമ്പം വരുന്നതാണ് ഈ ഡെയ്സി എന്ന് പറയുന്നത്. ഇത് വൈൽഡ് ഫ്ലവർ ഡെയ്സി, ഇതെല്ലാവർക്കും അറിയാം. പിന്നെ ബെൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഈ സാധനം, ഇത് കുഞ്ഞൂസിൻ്റെ ഈ സ്റ്റോറി ബുക്കുകളിലൊക്കെ ഇങ്ങനെ വായിക്കാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇത് ബെൽ ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. നോക്കി, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്നിട്ട് ഞങ്ങളങ്ങ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.